കോൺഫ്ലുവൻസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന CJ റോയുടെ മരണത്തിന് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഈ കോൺഫ്ലുവൻസ് ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ അതീവ സങ്കീർണമായിരുന്നു എന്നാണ്. അതായത് ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ നിക്ഷേപിച്ചത് കമ്പനിക്ക് വലിയ പാളിച്ച പറ്റിയെന്ന് റോയ് തന്നെ തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ദുബായ് സർക്കാരിന് തന്നെ UAE സർക്കാരിന് തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതായത് ഇയാൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം ഇല്ലീഗൽ കാശ് കൊണ്ടാണ്, അനധികൃതമായി ഉണ്ടാക്കിയ കാശാണ് ദുബായിൽ നിക്ഷേപിക്കുന്നതെന്ന് അവിടുത്തെ സർക്കാരിന് തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ റോയ്ക്ക് തന്നെ അറിയാം, അതായത് തൻ്റെ ഈ നീക്കങ്ങളൊക്കെ അത് അനധികൃതമായിട്ടാണ് താൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എന്നതിലെ വിവരങ്ങളൊക്കെ അധികൃതർക്ക് ചോർത്തി കൊടുത്തത് ആരാണെന്ന് റോയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ അവരോട് മുട്ടാൻ പോകാനുള്ള കപ്പാസിറ്റി ഈ CJ റോയ് എന്ന് പറയുന്ന ഇന്ത്യൻ ബിസിനസ്മാന് ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ വലിയ തിമിംഗലങ്ങളായിരുന്നു. അതായത് ഇവരൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള പവർഫുൾ ആൾക്കാരായിരുന്നു ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, ദുബായിലുള്ള കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ അവർക്ക് തന്നെ സംശയം തോന്നി, ഇയാൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് പണം വരുന്നത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഏകദേശം 1 വർഷം മുന്നേ തന്നെ UAE സർക്കാർ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ അടുത്ത് ചില ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സോഴ്സ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സിൻ്റെ ലാഭമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏകദേശം 150, 200, 250, 300 കോടിക്കടുത്താണ് ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ലാഭം വെച്ചിട്ടൊന്നും ഒരിക്കലും ദുബായ് പോലുള്ള സ്ഥലത്ത് ഒരു 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും വലിയ ആൾക്കാരാണ്, വലിയ ടീമുകളാണ്, വമ്പൻ സ്രാവുകളാണ്. അത് അമേരിക്കയിലെയും മറ്റേ UK അങ്ങനെയുള്ള വമ്പൻ സ്രാവുകളാണ് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് മുട്ടാനുള്ള കപ്പാസിറ്റി തനിക്ക് ശരിക്കും ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ബിസിനസ് ചെയ്തിട്ട് അത്രയും പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ റോയുടെ നീക്കം പല സംശയങ്ങളുണ്ട് എന്ന് അവർ ആദ്യം UAE സർക്കാർ അധികൃതരെ അറിയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 6 മാസമായിട്ട്, ഒരു 5-8 മാസമായിട്ട് UAE സർക്കാർ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് പലതും മനസ്സിലായി. അതായത് അവരുടെ എക്സിസ്റ്റിംഗ് ലോയിൽ ബിസിനസ് ചെയ്യുന്ന, അതായത് റിയൽ എസ്റ്റേറ്റും ഒരുപാട് ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവർ എക്സിസ്റ്റിംഗ് ലോയിൽ എന്തൊക്കെയോ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് ദുബായ് സർക്കാർ മനസ്സിലാക്കി, ഈ UAE സർക്കാർ മനസ്സിലാക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് അവിടെ എന്തൊക്കെയോ റൂൾ പരിഷ്കരിച്ചു. അതായത് ഈ ആൻറ്റി മണി ലോണ്ടറിങ് ആക്റ്റൊക്കെ അവർ പരിഷ്കരിച്ചു, വലിയൊരു സിസ്റ്റം ഉണ്ടാക്കി. അതായത് നേരത്തെ ഒരുപാട് ലൂപ്പ് ഹോൾഡ്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാശ് അനധികൃതമായിട്ട് ഉണ്ടാക്കി അവിടെ ഇൻവെസ്റ്റ് ചെയ്താലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ അടുത്ത കാലത്ത് നിയമം പൊളിച്ചെഴുതി അവരൊരു വലിയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 4E ടിക് സിസ്റ്റം, AI ടെക്നോളജി, ലീഗൽ ഫ്രെയിം വർക്ക്, റെഗുലേറ്ററി ഓവർസൈറ്റ്, നാഷണൽ സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് അവിടെ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ക്രൈം തടയാൻ വേണ്ടിയിട്ട് അവരൊരു വലിയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു എക്സിസ്റ്റിംഗ് നിയമം പൊളിച്ചെഴുതാൻ അവരെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CJ റോയ് ദുബായിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇല്ലീഗൽ പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അവർ സർക്കാരിന് തന്നെ മനസ്സിലായി ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ലീഗലായിട്ട് പണം കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ശരിക്കും മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ട് ദുബായ് സർക്കാരിൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെയാണ് ദുബായ് സർക്കാർ, UAE സർക്കാർ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വ്യക്തിയുടെ സംഭവം ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത് കിട്ടിയ ലാഭമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഡോക്യുമെൻറ്റുകൾ ദുബായ് സർക്കാരിൻ്റെ പക്കൽ സബ്മിറ്റ് ചെയ്തിരുന്നു റോയ്. ആ ഡോക്യുമെൻറ്റുകളൊക്കെ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിൽ കൈമാറി. അപ്പോൾ ഇന്ത്യൻ സർക്കാർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്തത്, IT ടീമിനെ വിട്ടിട്ട് മൊത്തം അങ്ങ് അന്വേഷിക്കാൻ നോക്കി. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് മാത്രമല്ല, ഒരുപാട് കമ്പനികളുടെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റിലെ കമ്പനികൾ, ഏകദേശം 5-6 ഇന്ത്യൻ കമ്പനിയുണ്ട്. അവരെ കമ്പനികൾക്ക് റെയ്ഡ് നടത്തിയിരുന്നു. അവരെ ചോദിച്ച ഡോക്യുമെൻ്റൊക്കെ IT ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിരുന്നു. പക്ഷേ ഇവിടുന്ന് മാത്രമാണ് ഒരു പ്രോപ്പർ ആൻസർ കിട്ടാഞ്ഞ്. അപ്പോൾ നേരത്തെ തന്നെ, അതായത് 3 മാസം 4 മാസം മുന്നേ തന്നെ IT റെയ്ഡ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കിട്ടിയ വിവരങ്ങളൊക്കെ ശരിക്കും ഇന്ത്യൻ സർക്കാർ UAE സർക്കാരിന് കൈമാറിയിരുന്നു. അതായത് ഇന്ത്യയും UAE സർക്കാർ തമ്മിലൊരു കരാറുണ്ട്. അതായത് ഫിനാൻഷ്യൽ ക്രൈം ആര് നടത്തി കഴിഞ്ഞാലും അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് കൊടുക്കേണ്ട ഒരു കരാർ നിലവിലുണ്ട് ഇന്ത്യയും UAE സർക്കാർ. അപ്പോൾ UAE സർക്കാർ ഈ അടുത്ത കാലത്ത് പരിഷ്കരിച്ച ആ നിയമത്തിൽ, ബിസിനസ്സിനായെല്ലാം ചെയ്യുന്ന നിയമത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ക്ലോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് UAE ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു പൗരന് 1 രൂപ പോലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്ററിൻ്റെ മൊത്തം സ്വത്തും കണ്ടുകെട്ടാനുള്ള ഒരു ക്ലോസ് അവിടെയുണ്ട്. അതായത് 1 രൂപ പോയാൽ മതി. അതായത് ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാണാറുണ്ട്, പല ബിൽഡേഴ്സും വന്നിട്ട് ഫ്ലാറ്റ് പണി തരുന്നുണ്ട്. അത് 2-3 മാസം കഴിയുമ്പോൾ അവരവരെ പാട്ടിനോ എല്ലാം സ്റ്റോപ്പായി. അത് ചിലപ്പോൾ NOC പോലും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ആൾക്കാർ കസ്റ്റമേഴ്സിനെ നിന്ന് കാശ് വാങ്ങിയിട്ടായിരിക്കും അവർ പണി തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് 1-2 മാസം കഴിയുമ്പോൾ പണി അവിടെ പാടെ സ്റ്റോപ്പാവും, NOC ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമാന സാഹചര്യം UAE ഉണ്ടായി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇൻവെസ്റ്റർ 1 രൂപ പോലും വെള്ളത്തിലായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യം ഒരു ബിൽഡർ സമീപിക്കുന്ന എങ്ങനെയാണ്, നമുക്കൊരു ഫ്ലാറ്റ് വേണം. അപ്പോൾ പണി തുടങ്ങുമ്പോൾ പറയും 2027, 2028 ജൂൺ മാസം പണി തീരും. പക്ഷേ അന്ന് പണി തീർന്നില്ലെങ്കിൽ 1 മാസം പോലും എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിൽഡേഴ്സിൻ്റെ ലൈസൻസ് പോകും. അവർ മൊത്തം അവിടെ എല്ലാ ആസ്തികളും റിക്കവർ ചെയ്യാനുള്ള ലോ അവിടെ ദുബായിലുണ്ട്.
അപ്പോൾ അത്തരത്തിൽ ഇല്ല ഒരു ലോ ഉള്ളൊരു ലാൻഡാണ് ദുബായ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഈ ദുബായിൽ തന്നെ വലിയ രീതിയിലുള്ള കൊട്ടാര സമാനമായ, അതായത് അവിടുത്തെ ഏറ്റവും റിച്ചായ ആൾക്കാർക്ക് പോലും ഇല്ലാത്ത പല പല സൗകര്യങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് സി.ജെ. റോയ് എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അവിടുത്തെ ഇല്ലേ ഇത് റോയുടെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും എല്ലാം സ്വത്തുക്കളും ദുബായ് സർക്കാർ UAE സർക്കാർ കണ്ടുകെട്ടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വലിയ രീതിയിലുള്ള കള്ളപ്പണം ഉപയോഗിച്ചിട്ടാണ് അവിടെ ബിസിനസ്. അവിടെ ലോസ് വന്നു, ഇനി അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ദുബായ് സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്തു, ഇയാളുടെ ഫുൾ ഇല്ലീഗൽ പരിപാടികളും ദുബായ് സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്തു. അത് തെളിവ് സഹിതം കിട്ടി. ഇനി കുറച്ച് രേഖകൾ മാത്രമേ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളൂ. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരുന്നു. അത് ദുബായ് സർക്കാർ റോയുടെ ദുബായിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അരിച്ചു പറക്കി അത് റിക്കവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഘട്ടം എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സി.ജെ. റോയുടെ ഭാര്യയോട് തന്നെ ചോദിച്ചില്ല, അതായത് ഇൻ കേസ് നാളെ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മക്കളെയും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകും, എന്തായിരിക്കും അവസ്ഥ? അത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ആ സ്ത്രീ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സർക്കാർ അവസാനമായിട്ട് UAE സർക്കാരിന് ഈ സി.ജെ. റോയുടെ പ്രോപ്പർട്ടീസൊക്കെ റിക്കവർ ചെയ്യണമെങ്കിൽ ഫൈനൽ സ്റ്റേജിലായിരുന്നു. ഒരു സ്റ്റെപ്പും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് സി.ജെ. റോയായിട്ട് ബന്ധപ്പെട്ടത്. അത് ശരിക്കും റോയ്ക്ക് തന്നെ അറിയാമായിരുന്നു. അതായത് ഇനി ഈ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിലെ സകല പരിപാടികളും വെള്ളത്തിലാകും. അതായത് ഒന്നും പറയാൻ പറ്റില്ല. ദുബായ് സർക്കാർ ചിലപ്പം അങ്ങനത്തെ ഒരു ക്ലോസ് ഉണ്ടോ എന്നറിയില്ല. അതായത് അറ്റ് പ്രസൻറ്റ് അയാൾ ഇന്ത്യയിലാണെങ്കിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് UAE സർക്കാരിന് കൈമാറുന്ന ലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട്, അതായത് ആ ഫൈനൽ സ്റ്റേജിൽ ആ ഡോക്യുമെൻറ്റും തൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിലുള്ള തൻ്റെ സകല ഇൻവെസ്റ്റ്മെൻറ്റുകളും ദുബായ് സർക്കാർ UAE സർക്കാർ കൊണ്ടുപോകുമെന്ന് റോയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഈ IT ഡിപ്പാർട്ട്മെൻറ്റിന് നിരന്തരം 4, 5, 6 തവണ ഇങ്ങനെ നിരന്തരം ഇയാളെ ചോദ്യം ചെയ്തും ഓരോ ഡോക്യുമെൻറ്റും വെച്ച് നിരത്തിയിട്ടും എല്ലാ ഡീറ്റെയിൽസും ടേബിളിൻ്റെ മുന്നിൽ വെച്ച് നിർത്തിയിട്ട് ഇത് എപ്പോൾ സംഭവിച്ച് എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടായിരിക്കും IT ഡിപ്പാർട്ട്മെൻറ്റ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആ അവസാനത്തെ കെട്ടെത്തിയപ്പോൾ ഇനിയും തനിക്ക് സ്കിഡായി പോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ എത്തിയപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇയാൾ ഈ ഒരു ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അവസാനത്തെ സ്റ്റേജിൽ ചോദിച്ച ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ അതായിരിക്കാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തി. അപ്പോൾ അതിനുശേഷം ആ ഒരു വിവരം IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പണി പാളുമെന്ന് റോയ്ക്ക് മനസ്സിലാക്കി കാണും. അതായിരിക്കാം ചിലപ്പോഴും അത്തരത്തിലൊരു കടുംകൈ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്തിനായാലും ഈ ഒരു ശക്തമായ നിയമം ശരിക്കും ഇന്ത്യയിലും വരണം കേട്ടോ, അത്തരത്തിൽ നിയമം. അതായത് ഇവിടെ ഇന്ത്യയിൽ നിന്ന് ശരിക്കും വരേണ്ട ഒരു ഇതാണ്. അതായത് നമ്മൾ എത്ര ആൾക്കാരാണ് പാവപ്പെട്ടവരാണ്, അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഓരോ ബിൽഡേഴ്സിനും കൊടുത്ത് അവർക്ക് ഫ്ലാറ്റൊന്നും പ്രോപ്പർ ഡെലിവറി ചെയ്യാതെയും ഉടായ്പ് പരിപാടി ഇറക്കിയിട്ട് എന്തൊക്കെ ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ആൾക്കാർക്ക് ഡെലിവറി ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ നിയന്ത്രിക്കാനും ഫിനാൻഷ്യൽ ക്രൈം തടയാനും വേണ്ടിയിട്ട് UAE പോലെ ഒരു ശക്തമായ നിയമം ഇന്ത്യയിലും അത്യാവശ്യമാണ്. അത്യാവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽഡർ ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു പൗരൻ്റെ ₹1 പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ സ്വത്ത് മൊത്തം റിക്കവർ ചെയ്യുന്ന തലത്തിൽ ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ നാളെ ഒരുത്തരും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയും ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയും ഒരാളെയും പറ്റിക്കില്ല. ദുബായിൽ അത്രയും സ്ട്രോങ് ലോ ആണ്. അപ്പോൾ ആ ലോയുടെ പുറത്ത് തന്നെയാണ് ശരിക്കും ഈ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പ് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത്, അപ്പോൾ ഈ ഇന്ത്യ UAE കോൺട്രാക്റ്റിൽ എന്തെങ്കിലും, അതായത് അവർക്ക് അവിടെ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടിയും റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും ലോ ഉണ്ടെങ്കിൽ പണിപാളും കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ അസറ്റും റിക്കവർ ചെയ്യപ്പെടും ചിലപ്പോൾ. എന്നിട്ട് അത് വിറ്റിട്ടോ ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും UAEക്ക് ചിലപ്പം കടം വീട്ടുമായിരിക്കും അങ്ങനെ ലോ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തിനാലും പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം UAEയിലുള്ള സകല സ്വത്തുക്കളും UAE സർക്കാർ പിടിച്ചെടുക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.